നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് മെയ് 22 വ്യാഴം 2025 വാർത്തകളിലേക്ക്. 3 വയസ്സുകാരിയെ അമ്മ ചാലക്കുടി പുഴയിൽ എറിഞ്ഞുകൊന്ന സംഭവത്തിൽ കുട്ടി പീഡനത്തിന് ഇരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ. സംഭവത്തിൽ പുത്തൻകുരിശ് പോലീസ് പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തു. 3 വയസ്സുകാരിയുടെ അച്ഛൻ്റെ അടുത്ത ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിലെ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടിയുടെ ശരീരത്തിൽ കണ്ട ചില പാടുകളാണ് പീഡനത്തിന്റെ സൂചനകൾ നൽകിയത്. ഇന്നലെ പകൽ മുഴുവൻ കുട്ടിയുടെ അടുത്ത ബന്ധുക്കളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇതിനൊടുവിലാണ് കുട്ടിയുടെ പിതാവിന്റെ ബന്ധുവിനെ പുത്തൻകുരിശ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങൾ കോവിഡ് കേസുകൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ കേരളത്തിലും കോവിഡ് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ചില സ്വകാര്യ ആശുപത്രികൾ കോവിഡ് ആണെന്ന് കാണുമ്പോൾ റെഫർ ചെയ്യുന്നത് ശരിയല്ലെന്നും എവിടെയാണോ ചികിത്സിക്കുന്നത് ആ ആശുപത്രിയിൽ തന്നെ പ്രോട്ടോകോൾ പാലിച്ച് ചികിത്സ ഉറപ്പാക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് വീണ്ടും സർവീസ് റോഡ് തകർന്നു. കൂളിയാങ്കലിലാണ് റോഡ് ഇടിഞ്ഞ് താണത്. റോഡിൽ പലയിടത്തും വിള്ളലുകളുമുണ്ട്. വീടുകൾക്ക് സമീപത്തേക്ക് റോഡ് ഇടിഞ്ഞ് വീഴുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ ഉൾപ്പെടെ ഇടപെട്ടാണ് ഇവിടങ്ങളിലേക്കുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നത്. അധികൃതർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപണം ഉന്നയിച്ചു. ദേശീയപാത 66 നിർമ്മാണം നടക്കുന്ന കൂരിയാട് ഭാഗത്ത് റോഡ് ഇടിഞ്ഞ സംഭവത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തിയ വിദഗ്ധ സംഘം സിമന്റ് കട്ട കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാൽ അസ്വാഭാവികതയില്ലെന്നും റോഡിന് താഴെയുള്ള മണ്ണിന്റെ പ്രശ്നമാണ് പ്രാഥമിക നിഗമനമെന്നും വിശദമായി പഠിച്ച ശേഷം ദേശീയപാത അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകുമെന്നും വിദഗ്ധ സംഘം അറിയിച്ചു. സ്മാർട്ട് റോഡ് ഉദ്ഘാടന വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്ത നിഷേധിച്ച് മന്ത്രി എം പി രാജേഷ് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറഞ്ഞിട്ടില്ലെന്നും വസ്തുതാവിരുദ്ധമായ വാർത്തയാണ് പുറത്തുവരുന്നതെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത് അന്യായമാണ്, നിഷ്കളങ്കമായി കൊടുക്കുന്നതല്ല ഇത്തരം വാർത്തകളെന്നും എന്നാൽ നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ലെന്നും മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ട് മന്ത്രി കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. അടുത്ത 3-4 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതിന് പിന്നാലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള പുതുക്കിയ മഴ സാധ്യത പ്രവചനവും എത്തി. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. കുട്ടികളിൽ സമ്മർദ്ദം ലഘൂകരിക്കാനും ഉല്ലാസത്തിനുമായി സ്കൂളുകൾ പ്രത്യേക സമയം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറത്ത് മുഖ്യമന്ത്രി നേതൃത്വത്തിൽ നടന്ന ജില്ലാതല യോഗത്തിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം കാളിക്കാവിലെ നരഭോജി കടുവയെ കണ്ടെത്തിയായി വിവരം. വനംവകുപ്പിന്റെ തെരച്ചിൽ കേരള എസ്റ്റേറ്റ് എസ് വളവിലാണ് കടുവയെ കണ്ടത്. മയക്കുവെടി വയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതായി വനംവകുപ്പ് അറിയിച്ചു. കടുവ പ്രദേശത്തിറങ്ങുന്നതിന്റെ പല CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. മലയോര മേഖലയിലെ ആളുകൾക്ക് വലിയ ആശ്വാസമായിരിക്കുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയിലുടനീളമുള്ള റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനുള്ള അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം പ്രകാരം പുനർവികസിപ്പിച്ച വടകര, മാഹി, ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനുകൾ ഉദ്ഘാടനത്തിന് സജ്ജമായി. രാജ്യത്തുടനീളമുള്ള 103 അമൃത് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവീകരിച്ച സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കും. ഗ്രീൻ ഹൌസ് ക്ലീനിംഗ് സർവീസ് എന്ന യൂട്യൂബ് വ്ളോഗർ രോഹിത്തിനെതിരെ കേസ്. രോഹിത്തിന്റെ സഹോദരി നൽകിയ പരാതിയിലാണ് ആലപ്പുഴ വനിതാ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ദേഹോദ്രവം ഏൽപ്പിക്കൽ, ഗുരുതരമായ പരിക്കേൽപ്പിക്കൽ, അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് രോഹിത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. സംവിധായകൻ ബാലചന്ദ്ര മേനോനെതിരെ ബലാത്സംഗ പരാതി നൽകിയ ആലുവ സ്വദേശിയായ നടി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ച് തന്നെ ഭീഷണിപ്പെടുത്തുകയും സാമൂഹ്യ മാധ്യമങ്ങളോട് അപകീർത്തിപ്പെടുത്തുകയും ചെയ്തെന്ന് ആരോപിച്ച് ബാലചന്ദ്ര മേനോൻ നടിക്കെതിരെ മറ്റൊരു പരാതി നൽകിയിരുന്നു. ഈ കേസിലാണ് നടി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം നൽകിയത്. കോഴിക്കോട് താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികളുടെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 2 വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ഉം ഒരാൾക്ക് 7 A+ഉം ആണ് ലഭിച്ചിരിക്കുന്നത്. മറ്റുള്ള 3 പേരും വിജയിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഫലം പ്രസിദ്ധീകരിച്ചത്. ബീഫ് ഫ്രൈയും പൊറോട്ടയും ഓർഡർ ചെയ്ത ഉപഭോക്താവിന് ഗ്രേവി സൗജന്യമായി നൽകിയതുള്ള പരാതി നിലനിൽക്കുന്നു. എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. എറണാകുളം സ്വദേശി ഷിബു S കോലഞ്ചേരി 10ാം മൈലിലെ ദ പേർഷ്യൻ ടേബിൾ എന്ന റെസ്റ്റോറന്റിനെതിരെ നൽകിയ പരാതി ഗണനാർഹമല്ലെന്ന് വ്യക്തമാക്കിയാണ് നിരാകരിച്ചത്. പൊറോട്ടയും ബീഫും നൽകുമ്പോൾ ഗ്രേവി സൗജന്യമായി നൽകാത്തത് സേവന ന്യൂനതയായി പരിഗണിക്കാനാവില്ലെന്ന് ഹോട്ടൽ ഉടമയ്ക്കെതിരെ പരാതി നിരാകരിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. വെള്ളിമാട് കുന്ന് ജുവനൈൽ ഹോമിൽ നിന്ന് 3 ആൺകുട്ടികളെ കാണാതിന് പിന്നെ 2 കുട്ടികളെ കണ്ടെത്തി. താമരശ്ശേരി കുരുവട്ടൂർ എന്നിവിടുന്നാണ് പോലീസ് ഇവരെ കണ്ടെത്തിയത്. 3ാമനായി പോലീസ് അന്വേഷണം തുടരുന്നുമുണ്ട്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് കുട്ടികളെ കാണാതായത്. കണ്ണൂർ പയ്യന്നൂരിൽ പേരമകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. 88 വയസ്സുള്ള കാർത്തേനിയാണ് മരിച്ചത്. പേരമകൻ റിജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൂടെ താമസിക്കുന്നു എന്ന വിരോധത്തിൽ പയ്യന്നൂരിലെ കങ്കാണിയിലെ വീട്ടിൽ വെച്ച് പേരമകൻ റിജു ഇവരെ ചവിട്ടി വീഴ്ത്തുകയും തല ചുമരിൽ ഇടിക്കുകയും ചെയ്യുന്നതാണ് പരാതി.
കണ്ണൂർ പയ്യന്നൂർ രാമന്തളിയിൽ അച്ഛൻ്റെ കാൽ തല്ലിയൊടിച്ച മകൻ പിടിയിൽ. കല്ലേറും കടവ് സ്വദേശി അനൂപ് ആണ് പിടിയിലായി. 76 വയസ്സുകാരൻ അമ്പുവിൻ്റെ കാലാണ് അനൂപ് തല്ലിയൊടിച്ചത്. പാകിസ്ഥാന്റെ ഭീകരബന്ധം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാനുള്ള എംപിമാരുടെ ആദ്യ പ്രതിസംഘം ജപ്പാനിലേക്ക് പുറപ്പെട്ടു. സഞ്ജയ് കുമാർ ഝാ നയിക്കുന്ന സംഘത്തിൽ ജോൺ ബ്രിട്ടാസും അംഗമാണ്. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം ബോധ്യപ്പെടുത്താനുള്ള എംപിമാരുടെ പ്രതിനിധി സംഘം 32 രാജ്യങ്ങളിലെത്തും. അതേസമയം സർവകക്ഷി സംഘത്തെ അയക്കുന്നത് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു. CPI മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറി നമ്പാല കേശവറാവുവിനെ സുരക്ഷാ സേന വധിച്ചു. ബംഗളൂരിലെ ചന്ദാപുരിയിൽ പെൺകുട്ടിയുടെ മൃതദേഹം സ്കൂട്ട് കേസിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കടന്നില നിറത്തിലുള്ള വലിയ ട്രോളി ബാഗിലാണ് 18 വയസ്സ് പ്രായം തോന്നിക്കുന്ന പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടത്. കർണാടകയിലെ BJP MLA-മാരുടെ നേതൃത്വത്തിനെ കൂട്ടബലാത്സംഗം ചെയ്യിപ്പിക്കുകയും മുഖത്ത് മൂത്രമൊഴിക്കും ദേഹത്ത് മാരക വൈറസ് കുത്തിവെക്കുകയും ചെയ്തുവെന്ന് യുവതിയുടെ പരാതി. BJPയുടെ രാജശ്രീ നഗർ MLA മുനിരത്നയ്ക്കെതിരെ BJP പ്രവർത്തക കൂടിയായ 40-കാരിയുടെ പരാതി തുടർന്ന് ബംഗളൂരു പോലീസ് കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്തു. ദില്ലിയിലെ പാകിസ്ഥാനി ഹൈക്കമ്മീഷനിലെ ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥനെ കൂടി ഇന്ത്യ പുറത്താക്കി. നയതന്ത്ര മര്യാദ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. 24 മണിക്കൂറും രാജ്യം വിടാൻ ഇയാൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശവും നൽകി. നയതന്ത്ര അവകാശം ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്യരുതെന്ന് കർശന താക്കീതും ഇന്ത്യ നൽകി. ഭാര്യയും ഒപ്പം ജോലി ചെയ്യുന്ന മറ്റൊരാളെയും ഒരുമിച്ച് വീട്ടിൽ കണ്ട യുവാവ് 2 പേരെയും മർദ്ദിച്ചു കൊന്നു. ആസാമിലെ നഗാവ് ജില്ലയിലുള്ള കാമ്പൂരിലാണ് സംഭവം. തുടർന്ന് യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. അമിത ജോലി സമരത്തെ തുടർന്ന് ബാംഗ്ലൂർ 24-കാരനായ ടെക്കി ആത്മഹത്യ ചെയ്തു. മഹാരാഷ്ട്ര സ്വദേശിയായ നിഖിൽ സോംവൻസി ആണ് ആത്മഹത്യ ചെയ്തത്. HSR ലേഔട്ടിലെ അഗര തടാകത്തിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഓലയുടെ AI വിങ്ങായ കിട്രവിൽ മെഷീൻ ലേണിംഗ് എഞ്ചിനായിരുന്നു നിഖിലിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധമായി IT ജീവനക്കാരുടെ യൂണിയനും രംഗത്തെത്തി. ഇടപാടുകാർക്ക് അറിയുന്ന ഭാഷയിൽ ബാങ്ക് ജീവനക്കാർ സംസാരിക്കണമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും BJP MP തേജസ്വി സൂര്യയും. ഓൺലൈനിൽ ഓർഡർ ചെയ്ത രാഖി എത്തിക്കായിരുന്ന ആമസോണിന് പിഴയിട്ട് മുംബൈയിലെ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. 100 രൂപയുടെ രാഖി എത്തിക്കായിരുന്നതിന് 40,000 രൂപയാണ് ആമസോൺ പിഴ എടുക്കേണ്ടത്. വഖഫ് ഇസ്ലാം മതത്തിന്റെ അനിവാര്യത ഇല്ലെന്നും വഖഫ് മൗലിക അവകാശമല്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. വഖഫ് നിയമ ഭേദഗതി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യമുന്നയിച്ച് സമർപ്പിക്കപ്പെട്ട ഹർജികൾ വാദം നടക്കുന്നതിനിടെ കേന്ദ്ര സർക്കാർ ഈ നിലപാട് അറിയിച്ചത്. ഹിന്ദു ക്ഷേത്രങ്ങൾ, മഠങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അനിവാര്യ മതാചാരങ്ങൾ പോലും സർക്കാരുകൾ ഇടപെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം ഇടപെടലിൽ പലതും കോടതികളിൽ ശരിവെച്ചിട്ടുണ്ടെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. മുൻ IAS ട്രെയിനി പൂജ കേത്കറിന് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചു. പരീക്ഷകളിൽ വിജയിക്കാൻ പിന്നോക്ക വിഭാഗ സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചുവെന്ന ആരോപണത്തിൽ കഴിഞ്ഞ വർഷം വാർത്തകളിൽ ഇടം നേടിയ പൂജ കേത്കറിന് ആശ്വാസം നൽകുന്ന വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ശക്തമായ കാറ്റിലും മഴയിലും ദില്ലി വിമാനത്താവളത്തിലെ മേൽക്കൂരയുടെ ഷീറ്റ് വീണ് മലയാളിക്ക് പരിക്കേറ്റ്. കോട്ടയം പുതുപ്പള്ളി സ്വദേശിയായ ഉഷയ്ക്കാണ് കാലിന് പരിക്കേറ്റെന്ന് ബന്ധുക്കൾ അറിയിച്ചു. രാത്രി 8:30 ഇൻഡിഗോ വിമാനത്തിൽ കൊച്ചിയിലേക്ക് പോകാനിരിക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത്. ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാൻ തുറന്ന പിന്തുണ നൽകിയ തുർക്കിയോട് കടുത്ത പ്രശ്നത്തിന്റെ ഭാഗമായി തുർക്കി ഉൽപ്പന്നങ്ങളായ ചോക്ലേറ്റുകൾ, കാപ്പി, ജാം, സൗന്ദര്യവസ്തുക്കൾ, വസ്ത്രങ്ങൾ എന്നിവ ഇന്ത്യൻ പലചരക്ക് കടകളും പ്രമുഖ ഓൺലൈൻ ഫാഷൻ റെറ്റൽമാരും ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. സാമ്പത്തിക ഇടനാഴി അഫ്ഗാനിസ്ഥാനിലേക്ക് നീട്ടാൻ ചൈന. ഈ സംബന്ധിച്ച് ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകളിൽ ധാരണയായി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.